നാടൻ കറികൾ എല്ലാവരുടെയും പ്രിയപ്പെട്ടതല്ലേ. ഇന്ന് നല്ലൊരു നാടൻ കറിയുമായിട്ടാണ് ജുവൽ ബേബീസ് വേൾഡിൽ എത്തിയിരിക്കുന്നത്. കുമ്പളങ്ങി വെച്ചിട്ടുള്ള നാടൻ കറിയാണ്. ധാരാളം കുമ്പളങ്ങികളൊക്കെ കിട്ടുമ്പോൾ എന്ത് ചെയ്യണോ, അയ്യോ ആ കറി ഈ കറി, നമുക്ക് ആകെ ഒരു കൺഫ്യൂഷൻ ആവാറുണ്ടല്ലേ. ഇത് സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന കറിയാണ്. വെൽക്കം ടു ജുവൽ ബേബീസ് വേൾഡ്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യാൻ മറക്കണ്ട. ഓൾ എന്ന ഓപ്ഷൻ. നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. കുമ്പളങ്ങി വെച്ച് വളരെ സിമ്പിളായിട്ട് നമുക്ക് വീട്ടിലുണ്ടാക്കാൻ പറ്റുന്ന കറിയാണിത്. പലർക്കും അറിയില്ലാത്തൊരു കറിയാണ്. കുമ്പളങ്ങ കൊണ്ട് എന്തൊക്കെ ചെയ്യാൻ പറ്റുന്ന മോരുകറി മാത്രമേ എല്ലാവരും പറയാറുള്ളൂ. പക്ഷേ ഇത് നമുക്ക് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും കേട്ടോ. നല്ല ടേസ്റ്റാണ്. അപ്പോൾ അതിന് വേണ്ടി ഞാൻ എന്താ ഇവിടെ ഒരു കുമ്പളങ്ങ, നല്ല മൂത്ത കുമ്പളങ്ങയാണ് എടുത്തിരിക്കുന്നത്. ഇതിനി തൊലിയെല്ലാം കളഞ്ഞ് ചെറിയ കഷ്ണങ്ങളായി നമുക്ക് മുറിച്ചെടുക്കാം. ഇതുപോലെ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി വേണം കേട്ടോ നുറുക്കിയെടുക്കാനായിട്ട്. നമ്മൾ മോരുകറിക്കൊക്കെ എടുക്കുന്ന ആ കഷ്ണങ്ങളില്ലേ, അതേപോലെ. അതിൻ്റെ കൂടെ ഒരു 3-4 പച്ചമുളക് കൂടി നമുക്കെടുക്കാം. പുതിയ തലമുറയ്ക്കൊന്നും അത്ര പരിചയമില്ലാത്ത കറിയാണിത്. അതുകൊണ്ട് തന്നെ എനിക്കിത് ഈ കറി പറഞ്ഞു തരുന്നത് മമ്മിയാണ് കേട്ടോ. കുമ്പളങ്ങയുടെ ഒരു 1/4 കഷ്ണം കുമ്പളങ്ങയാണ് കേട്ടോ ഇവിടെ അരിഞ്ഞെടുത്തിരിക്കുന്നത്. ഇനി തേങ്ങ വേണം. തേങ്ങ ഞാനിവിടെ 1 തേങ്ങയാണ് എടുത്തിരിക്കുന്നത്. അത് നല്ലതുപോലെ ചിരണ്ടി എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ചെറിയ ഉള്ളി കൂടി ഇടാം. ചെറിയ ഉള്ളി ഒരു 10 എണ്ണം തൊലി കളഞ്ഞ് അതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഈ ചെറിയ ഉള്ളി അതിൻ്റെ കൂടെ നന്നായിട്ട് വറുത്തെടുക്കണം. അപ്പോഴാണ് ടേസ്റ്റ് കൂടുതൽ കിട്ടുക. ഇനി സ്റ്റൗ ഓണാക്കി നമുക്ക് ഈ തേങ്ങയും ഉള്ളിയും വറുത്തെടുക്കാം. നമ്മൾ തീയലിനൊക്കെ എടുക്കുന്ന പോലെ തന്നെ നല്ലതുപോലെ വറുത്തെടുക്കുകയാണ് ചെയ്യേണ്ടത്. നല്ല കളറ് മാറി ബ്രൗൺ കളർ ആകുന്നത് വരെ വറുത്തെടുക്കണം. അപ്പോൾ ഉള്ളി കൂടി ഇതിനകത്ത് ഇട്ടിട്ടുണ്ട് കേട്ടോ. ഉള്ളിയും നമുക്ക് ഇതിൻ്റെ ഒപ്പം തന്നെ വറുത്തെടുക്കാം. കുറച്ച് വെളിച്ചെണ്ണ കൂടി ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ അത് വറുത്ത് കിട്ടാനായിട്ടുള്ള ചാൻസ് ഉണ്ട് കേട്ടോ. പിന്നെ വേറൊരു കാര്യം, ഈ തേങ്ങയെല്ലാം ഒരേ സ്റ്റൈലിൽ വേണം ചിരണ്ടി എടുക്കാനായിട്ട്. അങ്ങനെ ഒരേ സ്റ്റൈലിൽ ഒരേപോലത്തെ വലുപ്പത്തിൽ കിട്ടിയില്ലെങ്കിൽ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഒന്ന് മിക്സിയിൽ അടിച്ചെടുത്താൽ മതി. ഒറ്റ അടി അടിച്ചെടുക്കുമ്പോൾ തന്നെ എല്ലാം ഒരേ വലുപ്പത്തിന് കിട്ടും. അപ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് ഇതുപോലെ വറുത്തെടുക്കാനായിട്ട് സാധിക്കും. ചില സമയത്ത് ചില തേങ്ങകൾ വറുക്കാതെ, ചില തേങ്ങ നല്ലതുപോലെ വറുത്ത് അങ്ങനെ കിടക്കാറില്ല. അപ്പോൾ അതൊന്നും വരില്ല ഇതുപോലെ മിക്സിയിൽ ഒന്ന് അടിച്ചെടുത്ത് കഴിഞ്ഞാൽ. അപ്പോൾ അത് തേങ്ങയുടെ നിറമൊക്കെ മാറി നല്ലതുപോലെ വറുത്ത് വന്നിട്ടുണ്ട്. കരിഞ്ഞു പോകാതെ നോക്കണേ. ലോ ഫ്ലെയിമിലിട്ട് വറുത്തെടുത്താൽ മതി. ഇനി ഇതിലേക്ക് നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. മുളക് പൊടി ഇവിടെ 2 ടീസ്പൂൺ മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. മഞ്ഞൾപ്പൊടി ഇവിടെ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് നമുക്ക് മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം. മല്ലിപ്പൊടി ഇവിടെ 1.5 ടീസ്പൂൺ മല്ലിപ്പൊടിയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് വേണം കേട്ടോ ഈ പൊടികൾ ഇട്ട് കൊടുക്കാനായിട്ട്. ഇനി ആ ചൂടിൽ തന്നെ ആ പൊടികളെല്ലാം അതിനകത്ത് ഇരുന്ന് അതിൻ്റെ പച്ചമണം മാറി ഒന്ന് വറുത്ത് വരണം. അത് ആ ചൂടിൽ തന്നെ മതി. ഇനി നമുക്ക് ഇതിൽ നിന്ന് നമ്മൾ ആദ്യം വെച്ചിട്ടുള്ള ഉള്ളികളെല്ലാം ഒരു പാത്രത്തിലേക്ക് മാറ്റിയെടുക്കാം കേട്ടോ. ഉള്ളികൾ ഇതിൻ്റെ ഒപ്പം ഇട്ട് അരച്ച് കഴിഞ്ഞാൽ അരയില്ല. അപ്പോൾ ആദ്യം മിക്സിയിൽ ഇത് മാത്രം ഇട്ട് അരയ്ക്കണം. ആദ്യം മിക്സിയിൽ തേങ്ങ മാത്രം ഇട്ട് അരച്ചതിന് ശേഷം വേണം ഉള്ളി അതിലേക്ക് ഇട്ടിട്ട് അരച്ചെടുക്കാനായിട്ട്. അപ്പോൾ തേങ്ങ ആദ്യം തന്നെ നമുക്ക് അരച്ചെടുക്കാം. തേങ്ങ നല്ലതുപോലെ അരിഞ്ഞതിന് ശേഷം അതിലേക്ക് ചെറിയ ഉള്ളി കൂടി ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു ടിപ്പ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, തേങ്ങ അരയ്ക്കുമ്പോൾ അതായത് നല്ല ചൂടുള്ള തേങ്ങ തന്നെ നമുക്ക് അരച്ചെടുക്കാം കേട്ടോ. അല്ലെങ്കിൽ അത് ചൂടാറി കഴിഞ്ഞ് കഴിഞ്ഞാൽ ശരിക്കും അരഞ്ഞു കിട്ടില്ല. ഇനി ഒരു കൽച്ചട്ടി എടുക്കാം. ഇവിടെ നാടൻ മണ്ണിൻ്റെ കൽച്ചട്ടിയാണ് എടുത്തിരിക്കുന്നത്. ഇതിലേക്ക് നമ്മൾ ആദ്യം അരിഞ്ഞു വെച്ചിരിക്കുന്ന കുമ്പളങ്ങ ചേർത്ത് കൊടുക്കാം. അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം. പിന്നെ അതിലേക്ക് നമ്മൾ അരച്ചെടുത്ത് വെച്ചിരിക്കുന്ന കുറച്ച് അരപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. ഏകദേശം ഒരു 1.5 ടേബിൾ സ്പൂൺ അരപ്പ് മാത്രമാണ് അതിൽ ചേർത്തിരിക്കുന്നത്. അത് നല്ലതുപോലെ ഇളക്കിയ ശേഷം ആവശ്യത്തിന് വെള്ളം ചേർത്ത് കൊടുക്കാം. ഒത്തിരി വെള്ളം ചേർക്കണ്ട കേട്ടോ. ഇത് വേകാനുള്ളൊരു വെള്ളം, ഏകദേശം ഒരു 1/2 കപ്പ് വെള്ളം ചേർത്ത് കൊടുത്താൽ മതി. നല്ലതുപോലെ ഇളക്കിയതിന് ശേഷം നമുക്ക് സ്റ്റൗവിലേക്ക് വയ്ക്കാം. കുമ്പളങ്ങ ആയതുകൊണ്ട് പെട്ടെന്ന് തന്നെ വെന്ത് വരും. ഏകദേശം 5 മിനിറ്റ് കൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ കുമ്പളങ്ങ വെന്ത് കിട്ടിയിട്ടുണ്ട്. എന്നാലും നമുക്ക് മൂടി വെച്ച് ഒന്നും കൂടെ വേവിച്ചെടുക്കാം. നല്ലതുപോലെ കുമ്പളങ്ങ വെന്ത് കഴിഞ്ഞിട്ടുണ്ട്. വെന്ത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ബാക്കി അരപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ആവശ്യത്തിന് വെള്ളം കൂടി ചേർത്ത് ആ അരപ്പ് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി പുളി ആവശ്യമുള്ളവർക്ക്, ഈ കുമ്പളങ്ങയ്ക്ക് ഒരു ചെറിയ പുളി ഉണ്ട് കേട്ടോ. അതുകൊണ്ട് പുളി വേണമെങ്കിൽ ചേർക്കണം എന്നില്ല. എന്നാലും പുളി ആവശ്യമാണ് എന്ന് തോന്നുന്നവർക്ക് കുറച്ച് പുളിയുടെ വെള്ളം കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഒന്നുകൂടി തിളപ്പിച്ചെടുക്കാം.
കുമ്പളങ്ങ ഒത്തിരി അങ്ങ് വെന്ത് പോകണ്ട കേട്ടോ, വെന്ത് ഉടയേണ്ട അത്രയും ഭാഗം വരണ്ട. അപ്പോൾ അത് നല്ല കറക്റ്റായിട്ട് തന്നെ വെന്ത് കിട്ടിയിട്ടുണ്ട്. നമുക്കിത് 2 രീതിയിൽ ചെയ്യാം. ഞങ്ങളുടെ ഇവിടെ നാട്ടിലൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനകത്തേക്ക് പിന്നെ പ്രത്യേകിച്ച് കടുകൊന്നും പൊട്ടിച്ചിടില്ല. പക്ഷെ കടുക് പൊട്ടിച്ചിടുന്നവരും ഉണ്ട്, കടുകും അതുപോലെ തന്നെ ഉള്ളിയും താളിച്ചിടുന്നവരുണ്ട്. അങ്ങനെയും നമുക്ക് ചെയ്യാം. അപ്പോൾ റെഡി ആയി കഴിഞ്ഞു നമ്മുടെ കുമ്പളങ്ങ കറി. കുമ്പളങ്ങ തീയലെന്ന് വേണമെങ്കിൽ പറയാം. തീയലിൻ്റെ അതേ സ്റ്റൈലിൽ തന്നെയാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള കറിയാണ്. പണ്ട് കാലത്ത് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് സാധനങ്ങൾ വെച്ചും കറി ഉണ്ടാക്കുമായിരുന്നല്ലോ. കുമ്പളങ്ങയൊക്കെ കിട്ടിയ 3-4 തരത്തിൽ കറി ഉണ്ടാക്കും. അപ്പോൾ അതുപോലുള്ളൊരു കറിയാണ് കേട്ടോ ഇത്. അപ്പോൾ ഇതെല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അറിയില്ലാത്തവർക്ക് വേണ്ടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം കേട്ടോ. നാടൻ കറിയാണ്. വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ടേസ്റ്റി ആയിട്ടുള്ളൊരു കറിയാണ് കുമ്പളങ്ങ കറി. കുമ്പളങ്ങ തീയലെന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. സിമ്പിളായിട്ട് നമുക്ക് വീട്ടിലുണ്ടാക്കാം. നല്ല ടേസ്റ്റുമാണ്. എന്നിട്ട് ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം പറയാൻ മറക്കണ്ട കേട്ടോ. ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഇപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യാൻ മറക്കണ്ട. ഓൾ എന്ന ഓപ്ഷൻ. വീണ്ടും നല്ല സൂപ്പർ വീഡിയോസിലൂടെ നമുക്ക് കണ്ടുമുട്ടാം. അതുവരേക്കും ഇറ്റ്സ് മീ ജ്വൽ ബേബി സൈനിങ് ഓഫ്. ബൈ.